സർവീസ് എന്ന ലക്ഷ്യത്തോടെ തുടക്കം കുറിച്ച കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ കടുത്ത അനിശ്ചിതത്വം. രണ്ടാമത് KAS റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് 3.5 മാസം പിന്നിട്ടിട്ടും ഒരാൾക്ക് പോലും നിയമന ശുപാർശ നൽകാൻ PSCക്ക് കഴിഞ്ഞിട്ടില്ല. 1 വർഷം മാത്രം കാലാവധിയുള്ള റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ നിഷേധാത്മക നിലപാടിൽ ആശങ്കയിലായിരിക്കുന്നത്. സംസ്ഥാനത്ത് വൻ മാറ്റം ലക്ഷ്യമിട്ട് പിണറായി സർക്കാർ രൂപീകരിച്ച KASന്റെ 2ാം ബാച്ച് നിയമനങ്ങളാണ് ചുവപ്പുനാടയിൽ കുരുങ്ങിയത്. 31 ഒഴിവുകളിലേക്ക് ലക്ഷ്യമിട്ടായിരുന്നു 2ാം KAS വിജ്ഞാപനവും തുടർന്ന് പരീക്ഷയും അഭിമുഖവും നടന്നത്. കഴിഞ്ഞ ജനുവരി 30-ന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. 3 സ്ട്രീമിലായി പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ 261 പേരെയാണ് ഉൾപ്പെടുത്തിയത്. പക്ഷേ നാളിതുവരെ ഒരു നിയമനം പോലും ഉണ്ടായില്ല. ഒഴിവുണ്ടെന്ന് കണ്ടെത്തിയ 31 തസ്തികകളിൽ 28 ഒഴിവുകൾ പൊതുഭരണ വകുപ്പ് ഇതുവരെ PSCക്ക് റിപ്പോർട്ട് ചെയ്യാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. KAS കേഡർ സ്ട്രെങ്ത്തിന്റെ 30% തസ്തിക ഓൾ ഇന്ത്യ സർവീസ് മാതൃകയിൽ ഡെപ്യൂട്ടേഷൻ റിസർവ് രൂപീകരിക്കാനായി 2023 ജൂണിൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സെക്രട്ടറി തല കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 28 ഒഴിവുകൾ കണ്ടെത്തുകയും ഇതിനു പുറമെ 3 ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. 2021-ൽ KAS ഉദ്യോഗസ്ഥരിൽ ഒരാൾ വിട്ടുപോവുകയും 2 പേർ ഡെപ്യൂട്ടേഷനിൽ പോവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് 3 ഒഴിവ് റിപ്പോർട്ട് ചെയ്തത്. ബാക്കി 28 ഒഴിവ് ഉടൻ PSCക്ക് റിപ്പോർട്ട് ചെയ്യുമെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി 2025 ഫെബ്രുവരി 12-ന് PSC അറിയിച്ചതിനെ തുടർന്നാണ് 2025 മാർച്ച് 7-ന് PSC വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച് പരീക്ഷ നടത്തിയത്. പക്ഷേ പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് 3.5 മാസം കഴിഞ്ഞിട്ടും ഈ ഒഴിവുകൾ PSCയിൽ റിപ്പോർട്ട് ചെയ്യാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്ന് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.